ഇന്നത്തെ ക്ലാസ്സിൽ +2 പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്നും പരീക്ഷയ്ക്ക് വരുവാൻ സാധ്യതയുള്ള ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് R be the relation on the set n of natural numbers given by R is equal to set of all a b such that a minus b greater than 2, b greater than 2. Choose the correct answer. First one, ordered pair 4-1 element of R. Second one, ordered pair 5-8 element of R. Third one, ordered pair 8-7 element of R. And the fourth one, ordered pair 10-6 element of R. The given relation is R is equal to set of all a b such that a minus b greater than 2, b greater than 2. ഈ റിലേഷനിലെ ഫസ്റ്റ് എലമെൻറ്റ് എയും സെക്കൻഡ് എലമെൻറ്റ് ബിയും ആണ്. ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് സെക്കൻഡ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. സെക്കൻഡ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. ഫസ്റ്റ് പെയർ ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 2 അല്ല, ബി ഗ്രേറ്റർ ദാൻ 2 എന്ന ഓപ്ഷൻ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് ചോയ്സ് റോങ് ആണ്. ബാക്കി എല്ലാ പേഴ്സിലെയും സെക്കൻഡ് എലമെൻറ്റ് ബി ഗ്രേറ്റർ ദാൻ 2 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 8 ഗ്രേറ്റർ ദാൻ 2, 7 ഗ്രേറ്റർ ദാൻ 2, 6 ഗ്രേറ്റർ ദാൻ 2. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ 2. ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് സെക്കൻഡ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 2. ഹിയർ 5 minus 8 is minus 3, not greater than 2. ഈ ഓപ്ഷനും തെറ്റിപ്പോയി. 8 minus 7, a minus b equal to 1, not greater than 2. ഈ ഓപ്ഷനും തെറ്റാണ്. 10 minus 6 equal to 4, greater than 2. Therefore, the pair 10-6 satisfies both these conditions, a minus b greater than 2 and b greater than 2. Therefore, answer is option 4, 10-6 element of R. What is the number of ordered pairs required to form a non-zero reflexive relation on a set of n elements? We know that in a reflexive relation, every element is related to itself. എല്ലാ എലമെൻറ്റിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാകത്തക്കവണ്ണം ഒരു പെയർ ഈ റിലേഷനിൽ ഉണ്ടായിരിക്കണം. സെറ്റിൽ n എലമെൻറ്റ്സ് ആയതുകൊണ്ട് n എലമെൻറ്റ്സിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന n പെയേഴ്സ് കുറഞ്ഞ പക്ഷം ആ റിലേഷനിൽ ഉണ്ടാവണം. Therefore, the minimum number of ordered pairs to form a non-zero reflexive relation is n. When a relation on a set A is said to be reflexive, symmetric and transitive. A relation R on a set A is said to be reflexive if a element of R for every a element of A. എയിലെ എല്ലാ എലമെൻസിലും അതിനോട് തന്നെ റിലേഷൻ ഉണ്ട് എങ്കിൽ ആ റിലേഷൻ റിഫ്ലക്സീവ് ആകും. ദ റിലേഷൻ R on A is symmetric if A be element of R, then B a element of R. That means if A is related to B, then B is related to A. എക്ക് ബിയോട് റിലേഷൻ ഉണ്ട് എങ്കിൽ ബിക്ക് എയോടും റിലേഷൻ ഉണ്ടായിരിക്കണം. And R is transitive if A be element of R, B C element of R implies AC element of R. That means if A is related to B and that B is related to another element C, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെൻ്റായ എക്ക്
സെക്കൻഡ് പെയറിലെ സെക്കൻഡ് എലമെൻ്റായ സിയോട് റിലേഷൻ ഉണ്ടായിരിക്കണം. The function f from n to n given by f of x is equal to 2x is first one 1 1 and on to, second one 1 1 but not on to, third one not 1 1 and not on to, fourth one on to but not 1 1. The given function is f from n to n by f of x is equal to 2x. First of all, we have to check this relation is 1 1 or not. Let us take two elements x1 and x2 from the domain n. If f of x1 is equal to f of x2, suppose f of x1 is equal to f of x2, f of x is 2x, therefore f of x1 is 2x1 and f of x2 is 2x2. 2 രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ x1 is equal to x2 എന്ന് കിട്ടും. That means f of x1 is equal to f of x2 implies x1 is equal to x2. Therefore f is 1 1. ഇനി നമുക്ക് on to ചെക്ക് ചെയ്യാം. Suppose there exists an element y in the codomain such that f of x is equal to y. സെക്കൻഡ് സെറ്റായ കോഡൊമൈനിൽ നമ്മൾ വൈ എലമെൻറ്റ് എടുത്തു. അതിൻ്റെ പ്രീ ഇമേജ് ഫസ്റ്റ് സെറ്റിൽ എക്സ് കിട്ടത്തക്കോണം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് അസ്യൂം ചെയ്തു. നൗ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x വൈ എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ 2. സെക്കൻഡ് സെറ്റിലെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് സെറ്റിൽ നമുക്ക് കിട്ടുന്ന എലമെൻറ്റ് വൈ ബൈ 2 ആണ്. അത് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഫസ്റ്റ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്. വൈ 1 എടുക്കുമ്പോൾ എക്സ് 1/2 എന്ന് വരും, വൈ 3 എടുക്കുമ്പോൾ എക്സ് 3/2 വരും. ഈ ഫ്രാക്ഷൻസ് ഒന്നും ഫസ്റ്റ് സെറ്റിൽ ഉണ്ടായിരിക്കുന്നതല്ല. അതായത് സെക്കൻഡ് സെറ്റിലെ കോഡൊമൈനിലെ എല്ലാ എലമെൻസിലും ഫസ്റ്റ് സെറ്റിൽ പ്രീ ഇമേജ് ഉണ്ടായിരിക്കുന്നതല്ല. therefore f is not on to. ഓപ്ഷനായിട്ട് തന്നിരിക്കുന്ന 4 ചോയ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് f is 1 1 but f is not on to ആണ്. therefore the second choice is the correct answer. If f from R to R and g from R to R defined by f of x is equal to x and g of x is equal to x plus 1, then g dot f of x is dash. Given that f of x is equal to x and g of x is equal to x plus 1, we want to find g dot f of x. By definition, g dot f of x is equal to g of f of x. This is equal to g of f of x is given as x, g of x, and g of x is x plus 1. Therefore, g of f of x is equal to x plus 1. Let R be a relation defined on the set A is equal to set 1 2 3 by R is equal to set ordered pair 1 3 3 1 2 2. Then R is first one reflexive, second one symmetric, third one transitive, fourth one reflexive but not transitive. R is equal to set 1 3 3 1 2 2. On the set A is equal to set 1 2 3. We want to know whether R is reflexive, symmetric or transitive. ആദ്യം നമുക്ക് R റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാം. ഇൻ എ റിഫ്ലക്സീവ് റിലേഷൻ എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അതായത് R ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണെങ്കിൽ വണ്ണിനോട് തന്നെ റിലേഷൻ ഉണ്ടാകും. അതായത് 1 1 ആറിലെ ഒരു എലമെൻ്റ് ആയിരിക്കണം. ഹിയർ 1 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട്
reflexive. 2 is related to 2, 3 is not related to 3. ഏതെങ്കിലും ഒരു എലമെൻറ്റിന് അതിനോട് തന്നെ റിലേഷൻ ഇല്ല എങ്കിൽ ആ റിലേഷൻ റിഫ്ലക്സീവ് ആകില്ല. ഇനി നമുക്ക് ആർ സിമെട്രിക് ആണോ എന്ന് നോക്കാം. ആർ സിമെട്രിക് ആകണമെങ്കിൽ എ ബി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ഓഫ് ആർ. അതായത് എയിലെ എ എന്ന് പറയുന്ന എലമെൻറ്റിന് ബിയോട് റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ബിക്കും എയോട് റിലേഷൻ ഉണ്ടായിരിക്കണം. Here 1 is related to 3, that means 1 3 an element of R. Also 3 is related to 1. 1ന് 3യോട് റിലേഷൻ ഉണ്ട്, തിരിച്ച് 3ക്കും 1നോട് റിലേഷൻ ഉണ്ട്. Therefore R is symmetric. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കാം. If AB element of R, BC element of R, that means if A related to B, that B is related to another element C, then A is related to C. അങ്ങനെയാണെങ്കിലാണ് ട്രാൻസിറ്റീവ് ആവുക. ഇത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹിയർ 1 3 element of R, 3യിൽ തുടങ്ങുന്ന 3 1 element of R, 1 is related to 3 and the 3 is related to 1. അങ്ങനെയാണെങ്കിൽ 1 1 ആറിൽ ഉണ്ടായിരിക്കണം. ഹിയർ 1 1 is not an element of R, therefore R is not transitive. Here R is not reflexive, R is symmetric and R is not transitive. Therefore the answer is the second choice, symmetric. Let R be the relation on the set n of natural numbers given by R is equal to set of all a b such that a minus b is equal to 2. Choose the correct answer. First one 2 3 element of R, second one 3 8 element of R, third one 6 8 element of R, fourth one 7 5 element of R. Here the relation is R is equal to set of all a b, a minus b is equal to 2. That means first element minus second element 2 ആണെങ്കിൽ മാത്രമാണ് ആ പെയർ ഈ റിലേഷനിൽ ഉണ്ടാവുക. 2 3 2 minus 3 is equal to minus 1. അതുകൊണ്ട് ഈ പെയർ ആ റിലേഷനിൽ ഉണ്ടാവില്ല. സെക്കൻഡ് 3 8 3 minus 8 is equal to minus 5. അതും നമ്മുടെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 6 minus 8 is equal to minus 2. അതും നമ്മുടെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 7 minus 5 is equal to 2. A minus b is equal to 2. That means first element minus second element is equal to 2. എന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെയർ 7 5 ആണ്. Therefore 7 5 element of R. Answer is fourth option, 7 5 element of R. If f of x is equal to sin x, g of x is equal to x square, then find g dot f of x. f of x is equal to sin x, g of x is equal to x square. G dot f of x. By definition, g dot f of x is equal to g of f of x. And this is equal to g of f of x is given as x sin x. f of x is given as sin x, therefore g of sin x. And g of x is equal to x square. അതായത് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എക്സിൻ്റെ സ്ക്വയർ ആണ് g of x. therefore g of sin x is, ഇവിടെ ബ്രാക്കറ്റിൽ sin x ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് sin x എന്ന് കൊടുക്കുമ്പോൾ sin xൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് sin square x. Answer is sin squared x. If R is equal to set of all xy such that xy element of z, x minus y an element of z, then the relation is dash. Reflexive but not symmetric. Reflexive but not transitive. Symmetric but not transitive. An equivalence relation.
The given relation is R is equal to set of all xy such that xy element of z means both x and y are integers, x minus y element of z. Xും yയും ഒരു ഇൻറ്റിജർ ആണെങ്കിൽ x മൈനസ് വൈയും ഒരു ഇൻറ്റിജർ ആയിരിക്കണം. അതാണ് തന്നിരിക്കുന്ന റിലേഷൻ. ലെറ്റ് x element of z, that means let x be an integer. Then x minus x is equal to 0. 0 is an integer, therefore element of z, x minus x element of z, therefore x is related to x for all x element of z, therefore the relation R is reflexive. ഏത് ഇൻറ്റിജർ എടുത്താലും എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അത് എലമെൻറ്റ് ഓഫ് ഇസഡ് ആയിരിക്കും. ദെർഫോർ എവരി ഇൻറ്റിജർ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്, ദെർഫോർ ആർ ഈസ് റിഫ്ലക്സീവ്. ഇനി നമുക്ക് ആർ സിമിട്രിക് ആണോ എന്ന് പരിശോധിക്കാം. ലെറ്റ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഇസഡ്, that means x minus y is an element of z. xy element of r means x is related to r. അങ്ങനാണെങ്കിൽ x minus y ഒരു ഇൻറ്റിജർ ആയിരിക്കും. x minus y ഇൻറ്റിജർ ആണെങ്കിൽ y minus xും ഉറപ്പായിട്ടും ഒരു ഇൻറ്റിജർ ആയിരിക്കും. എക്സ് മൈനസ് വൈയും വൈ മൈനസ് എക്സും തമ്മിലുള്ള വ്യത്യാസം ഒരു നെഗറ്റീവ് സൈൻ്റെ മാത്രമാണ്. എക്സ് മൈനസ് വൈ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഉറപ്പായിട്ടും വൈ മൈനസ് എക്സും ഒരു ഇൻറ്റിജർ ആയിരിക്കും. ദെർഫോർ വൈ ഈസ് റിലേറ്റഡ് ടു എക്സ് ഓർ വൈ എക്സ് ആൻ എലമെൻറ്റ് ഓഫ് ആർ, ദെർഫോർ ആർ ഈസ് സിമെട്രിക്. ഇനി നമുക്ക് ആർ ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കാം. ലെറ്റ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് R, y is an element of R, that means x is related to y, therefore x minus y is an integer. Given that y is related to z, therefore y minus z is an integer. അങ്ങനെയാണ് റിലേഷൻ പറയുന്നത്. നമുക്കറിയാം സം ഓഫ് ടു ഇൻറ്റിജേഴ്സ് ഈസ് ഓൾസോ ആൻ ഇൻറ്റിജർ, ദെർഫോർ എക്സ് മൈനസ് വൈ പ്ലസ് y minus z is an element of set of integers. Minus y plus y cancel ആവും, therefore x minus z is an integer. x minus z is an integer means x is related to z or xz is an element of R. Therefore R is transitive. Here our relation is reflexive, symmetric and transitive. Therefore R is an equivalence relation. Therefore the answer is R is an equivalence relation. The number of 1-1 functions from a set containing 2 elements to a set containing 3 elements is dash. ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന ഫോർമുല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എം ആൻഡ് എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു എൻ, ദാറ്റ് മീൻസ് എയിൽ എം എലമെൻസും ബിയിൽ എൻ എലമെൻസും ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി ഈസ് എൻ റേസ് ടു എം. സെക്കൻഡ് സെറ്റിലെ എലമെൻ്റ് ആണ് എൻ, ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണം എം, ദെൻ ദ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി ഈസ് എൻ റേസ് ടു എം. നമ്പർ ഓഫ് 1-1 ഫങ്ഷൻസ് ഫ്രം എ ടു ബി ഈസ് എൻ പി എം. എൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണവും എം എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണവുമാണ്. ഹിയർ ദെർഫോർ ദ നമ്പർ ഓഫ് 1-1 ഫങ്ഷൻസ് ഈസ്, നമ്മുടെ സെക്കൻഡ് സെറ്റിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. ദെർഫോർ 3p, ഫസ്റ്റ് സെറ്റിൽ 2 എലമെൻറ്റ്സ് 3p2. 3p2 ഈസ് 3 ഫാക്ടോറിയൽ ബൈ 3 minus 2 1 ഫാക്ടോറിയൽ. ദെർഫോർ ദ ആൻസർ ഈസ് 6. Answer is 6.